പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 2 തെസ്സലോനിക്കർ 3 അധ്യായം 3 വാക്യം. കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാത്തവണ്ണം കാത്തുകൊള്ളും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മെ കാത്തുകൊള്ളുന്ന, നമ്മെ സൂക്ഷിക്കുന്ന ദൈവമത്രേ. ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാത്തവണ്ണം. ശത്രുവായവൻ ഈ ലോകത്തിൽ ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കി ഊടാടി സഞ്ചരിക്കുമ്പോൾ അവയുടെ നടുവിൽ ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെടാത്തവണ്ണം നമ്മെ സൂക്ഷിപ്പാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, നമ്മുടെ ദൈവം ശക്തനാണ്. ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സൂക്ഷിക്കുന്നതിനെക്കാട്ടിലും ഉപരിയായി നിങ്ങളെ പരിപാലിക്കുവാൻ, നിങ്ങളെ കാത്തുകൊള്ളുവാൻ നമ്മുടെ ദൈവം മതിയായവൻ. അത് നാം വിശ്വസിക്കുക. അപ്പസ്തോലനായ യൂദ തൻ്റെ ലേഖനം പറഞ്ഞു നിർത്തുന്നതും അങ്ങനെ തന്നെയാണ്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് ശക്തിയുണ്ട്. കളങ്കമില്ലാതെ ആനന്ദത്തോടെ അവൻ്റെ മഹിമാസന്നിധിയിൽ നമ്മെ നിർത്തുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. അവൻ നമ്മെ സൂക്ഷിക്കും. ഈ ലോകത്തിൽ ഒത്തിരി പ്രതികൂലങ്ങളും ഒത്തിരി പ്രതിസന്ധികളുമുണ്ട്. മനുഷ്യൻ്റെ ഹല്ലേലൂയ വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രത്തോളം പ്രശ്നങ്ങളെ ഹല്ലേലൂയ യൂദ എഴുതിയതിന് ശേഷം അവസാന വാക്യത്തിൽ യൂദ പറയുന്നു, വീഴാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിപ്പാൻ ഞങ്ങളുടെ ദൈവം മതിയായവനാണ്. ഇന്ന് പകൽക്കാലവും നാം നിൽക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, നാം നിൽക്കുന്നത് നമ്മുടെ കുടുംബ പേരോ നമ്മുടെ ബലം കൊണ്ടോ അല്ല. ദൈവം നമ്മെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്, ദൈവം നമ്മെ കാത്തുകൊള്ളുന്നത് കൊണ്ടാണ്. എത്ര പേര് ആമീൻ പറയാൻ സാധിക്കും? ഹല്ലേലൂയ. അവൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നമ്മെ നിർത്തുവാൻ അവൻ നമ്മെ സൂക്ഷിക്കുന്ന ദൈവമത്രേ, നമ്മെ കരുതുന്ന ദൈവമത്രേ. ഹല്ലേലൂയ. അതിനുള്ള ശക്തി ദൈവത്തിനുണ്ട്. അതിനുള്ള വിശ്വസ്തത ദൈവത്തിൻ്റെ പക്കലുണ്ട്. ഇന്ന് പകൽക്കാലവും വിശ്വസ്തനായ ദൈവം, ശക്തനായ ദൈവം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നമ്മെ നിർത്തും. ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ നാം തലകുനിച്ച് ലജ്ജിച്ചു പോകാൻ അനുവദിക്കാതെ നമ്മെ തല ഉയർത്തി നിർത്തുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനത്രേ. ഹല്ലേലൂയ. 2 തിമോത്തി 1 അധ്യായത്തിൻ്റെ 12 വാക്യത്തിൽ അപ്പസ്തോലനായ പൗലോസ് വീണ്ടും പറയുന്നു, അത് നിമിത്തം ഞാൻ ഹല്ലേലൂയ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. എൻ്റെ ദൈവം ഹല്ലേലൂയ ആ ദിവസം വരെ എന്നെ സൂക്ഷിക്കും. ഏത് ദിവസമാണ്? കർത്താവിൻ്റെ സന്നിധിയിൽ മഹത്വത്തോടെ നിൽക്കുന്ന ദിവസം വരെ. കർത്താവിൻ്റെ സന്നിധിയിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നൊരു വിളി കേൾക്കുന്ന ദിവസം വരെ ഹല്ലേലൂയ വഴിയിൽ പട്ടുപോകാൻ, വഴിയിൽ തീർന്നു പോകാൻ അനുവദിക്കാതെ ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാ. പ്രിയരെ, നിങ്ങൾ കാത്തിരിക്കുന്ന ദിവസം ഏതാ? ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ദൈവം മതിയായവനാ. ഈ ലോകത്തിൽ ഹല്ലേലൂയ ലോകത്തിൻ്റെ കറ പറ്റുന്നവരായിട്ടല്ല, ലോകത്തിൻ്റെ വെളിച്ചമായി, ഭൂമിയുടെ ഉപ്പായി ആ ദിവസം വരെ ദൈവം നിങ്ങളെ പരിപാലിക്കും. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് അപ്പസ്തോലനായ പൗലോസ് ധൈര്യത്തോടെ പറയുന്നു. ഇന്ന് പകൽക്കാലവും നമ്മുടെ വിശ്വാസവും പ്രത്യാശയും യേശുവിലാണോ? നാം വഴിയിൽ വെച്ച് പട്ടുപോകാൻ, തളർന്നു പോകാൻ അവൻ അനുവദിക്കത്തില്ല. തിമോത്തിയോസിന് എഴുതുമ്പോൾ പൗലോസ് അപ്പസ്തോലൻ പറയുന്നു, എൻ്റെ കൈവപ്പിനാൽ നിൻ്റെ കൃപാവരങ്ങളെ നീ ജ്വലിപ്പിക്കണം. പ്രിയരെ, ഇന്ന് പകൽക്കാലവും നമ്മുടെ ഉള്ളിൽ കൃപാവരങ്ങളെ തന്ന നമ്മുടെ കർത്താവ് വലിയവനാ. അത് നാം ജ്വലിപ്പിക്കുമ്പോൾ, ദൈവം തന്ന കൃപാവരങ്ങളെ ഈ ഭൂമിയിൽ ജ്വലിപ്പിച്ച് ജീവിക്കുമ്പോൾ നിശ്ചയമായി വഴിയിൽ വെച്ച് തളർന്നു പോകാൻ അവൻ അനുവദിക്കത്തില്ല. ആ ദിവസം വരെ നമ്മെ സൂക്ഷിക്കും. ആ ദിവസം വരെ നാം കാത്തിരിക്കുന്ന ഏത് ദിവസമാണോ? നിങ്ങളുടെ ജീവിതത്തിൽ പലതിനും വേണ്ടി നിങ്ങൾ കാത്തിരിക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ കാത്തിരിക്കുന്ന ആ ദിവസം വരെ നിങ്ങളെ സൂക്ഷിപ്പാൻ നമ്മുടെ കർത്താവ് ഇന്നും മതിയായ ദൈവം, നമ്മുടെ കർത്താവ് ഇന്നും വിശ്വസ്തനായ ദൈവം. പലരും നമ്മളെക്കാട്ടിലും കഴിവുള്ളവർ,
നമ്മളെക്കാട്ടിലും യോഗ്യതയുള്ളവർ, നമ്മളെക്കാട്ടിലും കുടുംബ പാരമ്പര്യം പറയാനുള്ളവർ വഴിയിൽ വെച്ച് പട്ടുപോയെങ്കിൽ പ്രിയരെ, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ തന്ന് കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുന്ന നമ്മുടെ ദൈവം ഇതൊക്കെ നമുക്ക് തന്നത് നാം വഴിയിൽ പട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അതിനുവേണ്ടി നമ്മെ സൂക്ഷിക്കും. ഈ ലോകത്തിൻ്റെ എല്ലാ പ്രതിസന്ധിയുടെ നടുവിലും നമ്മെ പരിപാലിക്കാൻ, നമ്മെ സൂക്ഷിപ്പാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. യെശയ്യാ പ്രവചനത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്. യെശയ്യാ പ്രവചനം 27-3 യഹോവയായ ഞാൻ അതിനെ സൂക്ഷിക്കും, ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും, ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും. നോക്ക്, ഈ തോട്ടത്തെ നട്ടുണ്ടാക്കിയ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ തൻ്റെ തോട്ടത്തെക്കുറിച്ച് പാടുന്ന പാട്ടാ, ഞാൻ അതിനെ സൂക്ഷിക്കും, ആരും തൊടാതിരിക്കേണ്ടതിന് രാവും പകലും സൂക്ഷിക്കും, ദിനം പ്രതി ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും. കർത്താവാണോ നമ്മെ നട്ടത്? കർത്താവ് നമ്മെ നനയ്ക്കും, കർത്താവ് നമ്മെ സൂക്ഷിക്കും. ഒരു കാട്ടുമൃഗവും ഇതിനെ മാന്തിക്കളയാത്തവണ്ണം, ഒരു മൃഗങ്ങളും ഇതിനെ തിന്നുകളയാത്തവണ്ണം, വഴിപോക്കർ ഇതിൻ്റെ വേലി പൊളിച്ചു കളയാത്തവണ്ണം കർത്താവ് സൂക്ഷിക്കും. കർത്താവ് സൂക്ഷിക്കുക മാത്രമല്ല, അവൻ നനയ്ക്കും. നമുക്ക് വളരാൻ വേണ്ടതൊക്കെ ദൈവം തരും. ഇന്ന് രാവിലെയും നമുക്ക് ആ കർത്താവിനെ സ്തുതിക്കാം. നമ്മെ നട്ട ദൈവത്തെ, വിശ്വസ്തനായ ദൈവത്തെ, സൂക്ഷിപ്പാൻ ശക്തിയുള്ള ദൈവത്തെ, നമ്മെക്കുറിച്ച് പദ്ധതിയുള്ള ദൈവത്തെ നമുക്ക് ആരാധിക്കാം, നമുക്ക് നന്ദി പറയാം, നമുക്ക് സ്തുതിക്കാം, നമുക്ക് സ്തോത്രം കരയറ്റാം. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായി അവൻ നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.